ഹലോ ഹായ് നമസ്കാരം. സർവമായ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. സിനിമ കാണുക, തിയേറ്ററിലുണ്ട്, ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്ത് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണാം. നിവിൻ പോളി നായകനായിട്ടുള്ള സർവമായ 100 കോടി ക്ലബ്ബിലേക്ക് എത്തി എന്നുള്ള സന്തോഷ വാർത്തയാണ്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തുകൊണ്ടായിരിക്കും സർവമായ പോലൊരു ചെറിയ ചിരിപ്പടം 100 കോടി ക്ലബ്ബിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നതെന്നുള്ള എൻ്റെ ചില ഒബ്സർവേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സിനിമയിലെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് സംസാരിച്ചേ പറ്റുള്ളൂ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ വിട്ടുപോകാനിടയുള്ള ഒരു കാര്യം, ഈ സിനിമയിൽ നമ്മുടെ നായിക കഥാപാത്രമാണെങ്കിലും നിവിൻ പോളി ആണെങ്കിലും കാറിൻ്റെ ഡോറ് തുറന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന സീക്വൻസുകളുണ്ട്. ഒരു സ്ഥലത്ത് അത് അപകടമായി മാറുന്നുണ്ട്, മറ്റേ സ്ഥലത്ത് ജസ്റ്റ് മിസ്സിനാണ് മാറുന്നത്. നമ്മൾ ഈ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത്, ഞാൻ 2 വീലർ ഓടിച്ചു പോകുന്ന സമയത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറുകളുടെ അടുത്തുകൂടി പോകുമ്പോഴുള്ള ഏറ്റവും വലിയ പേടി അതാണ്. ഒരു ബോധവും ബുദ്ധിയില്ലാത്ത ഏതെങ്കിലും ഒരുത്തൻ ഡോറ് തള്ളി തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 വീലറിൽ പോകുന്ന ആളുടെ ജീവൻ്റെ കാര്യം, അത് ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ. എന്തോ ഭാഗ്യത്തിന് അന്ന് വലിയ അപകടം ഉണ്ടായില്ല. അതേസമയം പുറകിൽ വരുന്നത് ഒരു ലോറിയാണെങ്കിൽ ഈ ഡോറ് തുറന്ന് ഇറങ്ങുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുക. അതിനെ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളായിരിക്കും ഈ പോർഷൻ കാണുമ്പോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എത്ര ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാലും ചില അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരും. ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പല വീഡിയോസിലൂടെ സംസാരിച്ചിട്ടുള്ളതാണ്. മുമ്പ് എനിക്ക് ചെറിയ സാലറി ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഈ വരുമാനം കൂടിയ ആളാണെങ്കിലും കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന, ചില സമയത്ത് മൈൻഡ് ചെയ്യുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് ലൈഫിലെ അൺസർട്ടനിറ്റികൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവാതിരിക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണക്കാർ ജീവിതത്തിൽ ചിലപ്പോൾ 5-6 വർഷം കൊണ്ടായിരിക്കും ഒരു 1-2 ലക്ഷം രൂപയുടെ ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷേ ഒരൊറ്റ ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിലുള്ള മുഴുവൻ ഫണ്ടും ചിലവായി വരും. അത് ഇന്നത്തെ കാലത്തെ ചികിത്സാ ചിലവ് വെച്ച് നോക്കുമ്പോൾ ചെറിയ അസുഖങ്ങൾക്കാണ്. കിഡ്നി റിലേറ്റഡ് ആയിട്ടോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടോ വലിയ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വീടും പറമ്പും വരെ വിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങളും ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നല്ലൊരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. പക്ഷേ ഏത് കമ്പനിയുടേതാണ് നല്ലതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല കമ്പനികളും കമ്പയർ ചെയ്ത് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഓരോ ആളുകൾക്കും ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പലർക്കും പല രീതിയിലായിരിക്കും വേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് നല്ലൊരു കമ്പനിയുടെ ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോടുകൂടി സ്വന്തമാക്കാം. 400-500 രൂപ പ്രീമിയത്തിൽ തുടങ്ങി 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പോളിസികൾ ലഭ്യമാണ്. ഇനി അൺലിമിറ്റഡ് കവറേജ് വേണമെങ്കിൽ അതും എടുക്കാം. ഡയബറ്റീസ്, തൈറോയിഡ് ഇഷ്യൂസ്, BP, ആസ്മ പോലെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അവയ്ക്കൊക്കെ 1ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ഇവിടെ കാണാൻ പറ്റും. ക്ലെയിമിന്റെ കാര്യത്തിൽ പേടി വേണ്ട. ക്ലെയിം സപ്പോർട്ടൊക്കെ 30 മിനിറ്റ് കിട്ടും. പിന്നെ പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്ന് കിട്ടുന്നതിനേക്കാൾ 35% വരെ ചെലവ് കുറവിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. പിന്നെ നമുക്കൊക്കെ അറിവുള്ളതാണല്ലോ, 50-60 ലക്ഷമൊക്കെ ട്രീറ്റ്മെന്റിന് എക്സ്പെൻസുകൾ വരുന്ന കേസുകളുണ്ട്. എന്നാൽ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ളത്. ഇനി ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടതാണെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇനി നമുക്ക് സർവമായയുടെ 100 കോടിയുടെ കാരണങ്ങൾ അന്വേഷിക്കാം. ഈ കാരണങ്ങളൊന്നും ഇതുകൊണ്ടാണ് 100 കോടി അടിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. സിനിമ കണ്ട ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ ഫാക്ടറുകളൊക്കെ ആയിരിക്കാം ഈ സിനിമ പ്രേക്ഷകരെ കൂടുതൽ ഇഷ്ടപ്പെടുത്താനുള്ള ഒരു കാരണം എന്നുള്ള എൻ്റെ ഒബ്സർവേഷൻസ് ആണ് പറയുന്നത്. സോ ഫാക്ടർ നമ്പർ 1, അത് ഡെലുലു ഫാക്ടറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ന്യൂ ജെൻ ആയിട്ടുള്ള, ഒരുപക്ഷെ ജെൻ ആൽഫ വരെയുള്ള ആളുകൾക്കൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രേതം ക്യാരക്ടറാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ മലയാള സിനിമയിൽ നമ്മൾ കാണുന്ന പ്രേതങ്ങൾ എന്ന് പറയുന്നത് വെള്ളസാരി ഉടുക്കുക, പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു വെള്ള ഫ്രോക്കിലേക്ക് വരെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വസന്ത കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് ഈ പ്രേതങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനെ അവരുടെ കോസ്റ്റ്യൂംസ് കൊണ്ട് ഒരു കൊറിയൻ ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവിടെയൊക്കെ ഈ പുതിയ ജനറേഷനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്നു എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അത് എങ്ങനെ അവർ പെർഫോം ചെയ്തു, റിയ ഷിബു എങ്ങനെ അതിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതും വലിയൊരു കാര്യമായിരുന്നു. നമ്മളെപ്പോഴും സിനിമ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം ക്യാരക്ടേഴ്സിനെ. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സിനിമ കാണുമ്പോൾ ആരോ എന്തോ കാണിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കും. ഇപ്പോൾ ഒരു കുടുംബം തിയേറ്ററിലേക്ക് പോകുമ്പോൾ ആ കുടുംബത്തിൽ
ഉള്ളിലുള്ള ഒരു 14-15 വയസ്സുള്ള ഒരു കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലും ഒരു 20-22 നിൽക്കുന്ന ആൾക്കാണെങ്കിലും, ഇനി അതല്ല കൊച്ചുകുട്ടികൾ, ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു, ഡെലുലുവിനെ കാണുമ്പോൾ അവരൊക്കെ ഇരുന്ന് ചിരിയായിരുന്നു. അപ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് കണക്റ്റ് ആവണമെങ്കിൽ അതത് ജനറേഷനിൽ ആരെങ്കിലും അവിടെ മാർക്ക് ചെയ്യാൻ പറ്റണം. അത് ഈ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളത് അതൊരു വലിയ ഫാക്ടറാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ മാറ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നീലിയെക്കുറിച്ച് കൂടി ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നുന്നു. കള്ളിയങ്കാട്ട് നീലി ലോക ചാപ്റ്റർ 1 വന്ന സമയത്ത് അതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കാലഘട്ടത്തിനോട് അഡാപ്റ്റഡ് ആവുന്ന പ്രേതങ്ങൾ വരുന്നു എന്നുള്ളത് ദാറ്റ്സ് എ ഗുഡ് സൈൻ. പിന്നെ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഡെലുലുവിൻ്റെ പ്രപ്പോസലിനെ നിവിൻ പോളിയുടെ ക്യാരക്ടർ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതാണ്. പ്രായത്തിൻ്റെതായ ഒരു അന്തരം അവർക്കിടയിലുണ്ട്. അപ്പോൾ കുറച്ച് നാൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയിട്ടുള്ള ഒരാളുടെ അടുത്ത് എനിക്ക് ഇയാളോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. നമുക്കൊക്കെ ഇഷ്ടങ്ങൾ തോന്നും, പക്ഷേ എല്ലാ ഇഷ്ടങ്ങളും പ്രണയമൊന്നുമല്ല. ചിലപ്പോൾ അത് നമുക്കൊരു ഒരു അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ബ്രദർലി സംഭവമായിരിക്കും. പക്ഷേ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചില സമയത്ത് നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രേതമായതിനു ശേഷമാണെങ്കിലും ഒരു പ്രപ്പോസൽ വരുമ്പോൾ അതിനെ നിവിൻ പോളിയുടെ ക്യാരക്ടർ കൈകാര്യം ചെയ്തത്, സാധാരണ നമ്മളൊക്കെ എന്താ വിചാരിക്കുക, നായകൻ്റെ കഥാപാത്രം പ്രേതം, അപ്പോൾ അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായി വരും എന്നുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ല വേണ്ടതെന്നുള്ള. മാത്രമല്ല ആ പ്രേതം ഡെലുലു ജീവിച്ചിരുന്ന സമയത്തും തന്നേക്കാൾ പ്രായത്തിൻ്റെ വ്യത്യാസമുള്ള ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ എന്താണ് ചെയ്തത്? ആ പെൺകുട്ടിക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കാതെ ആ സമയത്ത് അവളുടെ അച്ഛനും അമ്മയൊക്കെ മീറ്റ് ചെയ്യേണ്ട സമയത്ത് അവിടെ വരാതിരിക്കുകയാണ് ചെയ്തത്. അവൾക്ക് അവിടെ ഒരു ക്ലോഷർ കിട്ടിയില്ല. അവളുടെ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് അന്ന് അയാൾ പറഞ്ഞു കൊടുത്തിരുന്നില്ല. പക്ഷേ ആത്മാവായിരിക്കുന്ന സമയത്തും അവൾക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയപ്പോൾ അത് പ്രണയമല്ല കുട്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്ന നിവിൻ പോളിയുടെ ക്യാരക്ടറിനെയാണ് അവിടെ കാണുന്നത്. താൻ ആരായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെയുള്ള കൃത്യമായ ധാരണ കിട്ടുമ്പോൾ ഡെലുലുവിന് മോക്ഷം കിട്ടുന്നുണ്ട്. പക്ഷേ മോക്ഷം കിട്ടുമ്പോൾ അവൾക്ക് കിട്ടുന്നൊരു റിയലൈസേഷൻ കൂടിയുണ്ട്. അവൾക്ക് ഈ പ്രായത്തിന് അന്തരമുള്ള ഇങ്ങനെ ഒരാളോടൊരു ഇഷ്ടം തോന്നിയപ്പോൾ ആ ഇഷ്ടം എന്ത് തരം ഇഷ്ടമായിരുന്നു എന്നുള്ള, അല്ലാതെ അത് പറയാതെ പോയിരുന്നെങ്കിൽ, അറിയാതെ പോയിരുന്നെങ്കിൽ, എപ്പോഴും നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണല്ലോ, ഫീലിങ്സിന് നമുക്കൊരു ക്ലോഷർ കിട്ടണം, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ള ഒരു ഡെഫിനേഷൻ കിട്ടണം. ഇവിടെ നിവിൻ പോളിയുടെ ക്യാരക്ടർ അവർക്കിടയിലുള്ള റിലേഷൻഷിപ്പിന് ഒരു ക്ലോഷർ കൂടി കൊടുക്കുന്നുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് സിനിമ കണ്ടതിന് ശേഷം സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഇതിനകത്ത് നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെയാണോ ഡെലുലു മരിക്കുന്നതിന് മുമ്പ് കാത്തിരുന്നത്, പ്രണയിച്ചത് എന്ന് പറയുന്നൊരു ചോദ്യമാണ്. അത് അല്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം പല ആളുകൾക്ക് ഈ സംശയം ഉണ്ടാകുന്നതേ നിവിൻ പോളിയുടെ ക്യാരക്ടറിനും ഡെലുലു പ്രേമിച്ചിരുന്ന ആൾക്കും താടി ഉണ്ടായിരുന്നു, പ്രായത്തിന് മുതിർന്ന ആളായിരുന്നു, ഡെലുലുവിനേക്കാൾ പ്രായം കൂടുതലുള്ള ഒരാളായിരുന്നു, അയാളും ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു. മാത്രമല്ല നിവിൻ പോളിയുടെ ക്യാരക്ടറിനോട് ഡെലുലു ഇഷ്ടം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ആർക്കായാലും ഒരു സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡെലുലു ആരെയാണോ പ്രേമിച്ചിരുന്നത് അയാളെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഇവളുടെ അച്ഛനെയും അമ്മയും മീറ്റ് ചെയ്യേണ്ട, ഇവളുടെ ഫാമിലിയെ മീറ്റ് ചെയ്യേണ്ട ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അയാൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൺഫ്യൂഷനും സങ്കടമൊക്കെ കൊണ്ടാണ് ആ കുട്ടി ഡോറ് തുറക്കുന്ന സമയത്ത് ആ പരിസരബോധം മറന്നിട്ട് അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ നിവിൻ പോളിയുടെ ക്യാരക്ടറിന് ഈ സംഭവം എന്താണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അയാൾ അവരെ മീറ്റ് ചെയ്യുകയാണ്, പാരൻസിനെ. ആ സമയത്ത് പേരൻസിനെ സംബന്ധിച്ച് ഇപ്പം ഡെലുലു ആലോചിക്കുമ്പോൾ അച്ഛനെയും അമ്മയും അയാളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസാന സങ്കടം ചിലപ്പോൾ മിച്ചം ഉണ്ടാവും. ഡെലുലുവിൻ്റെ പാരൻസിനെ നമ്മൾ കാണുന്നത് വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ഇഷ്ടങ്ങളെ, ഇപ്പോൾ ഡെലുലുവിൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന, അച്ഛൻ അമ്മ എന്നുള്ള രീതിയിലുള്ള അവരുടെ റെസ്ട്രിക്ഷൻ ശ്രമങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴും അവരുടെ ഇഷ്ടത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് ഇതേ ആളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തുക, നീ കാരണം എൻ്റെ മോൾ എന്ന് പറയുന്ന പോലത്തെ ഇമോഷൻ സീനുകൾ, ഇതൊന്നുമല്ല. അവർക്ക് ജസ്റ്റ് ഒരു ഫേസ് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അവർ നിവിൻ പോളിയുടെ ക്യാരക്ടറിനോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുകയോ ബഹളം വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു ഫേസ് കൊടുക്കുക എന്ന് പറയില്ലേ, അത് കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് തൻ്റെ പേരൻസിന് കിട്ടുന്നു എന്നറിയുമ്പോഴാണ് ഡെലുലു ഒരു ഇളം കാറ്റായിട്ട് അയാളുടെ ദേഹത്ത് വന്ന് പതിക്കുന്നത്. അവർ കൊളക്കടവിലിരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഏറ്റവും സ്മൂത്തസ്റ്റ് ടച്ച് എന്ന് പറയുന്നത് അത് കാറ്റാണ് എന്നാണ് അവൾ പറയുന്നത്. ആ സീനും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഈ സ്ക്രിപ്റ്റിലെ ഒരു ബ്രില്യൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അവിടെ ആരും ഒരു നുണയും പറഞ്ഞിട്ടില്ല. നിവിൻ പോളിയുടെ ക്യാരക്ടറിനോട് അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ആയിരുന്നു അവൾ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന്. അയാൾ യെസ് എന്ന് പറയുമ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടോ അതോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടോ എന്നുള്ള ചോദ്യം അവിടെ ആഡ് ചെയ്യാത്തടത്തോളം അയാളെയും അവൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് യെസ് പറയാം. ആ യെസ്സും കൂടി വരുമ്പോഴാണ് കുറേ ആളുകൾക്ക് ഡൗട്ട്, ജീവിച്ചിരുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിരുന്നത് ഇയാളെ ആണോ എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും നിവിൻ പോളി അവതരിപ്പിച്ച ക്യാരക്ടർ ആവില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെക്കൻഡ് ഫാക്ടർ, അത് ചിരിപ്പിക്കുന്ന ഭൂതമാണ്. ഭൂതം, പ്രേതം, പിശാശ്, ചാത്തൻ എന്നൊക്കെ പറഞ്ഞ എന്ത് പരിപാടിയാണെങ്കിലും
ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഏതൊക്കെ സമയങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ വിജയ ചിത്രങ്ങളായി മാറിയിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പെട്ടെന്ന് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് ചതിക്കാത്ത ചന്തു. അതിനകത്ത് പ്രേതമുണ്ട്, പേടിപ്പിക്കൽ പരിപാടികളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും ലൈറ്റായിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു രീതിയിൽ പോവുകയാണെങ്കിൽ ഈ സിനിമയുടെ ഒരു വലിയ USP അതായിരുന്നു. അവർ സിനിമയുടെ പ്രൊമോഷൻസിന് വന്ന സമയത്തും പറഞ്ഞത് പേടിക്കുന്ന പ്രേതമാണ്, ചിരിപ്പിക്കുന്ന പ്രേതമാണ് ഈ സിനിമയിലുള്ളതെന്ന്. അതിൻ്റെ ചിരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ചിരിപ്പിച്ച് നമ്മളെ അങ്ങ് ബലമറിച്ച് കളയാന്നുള്ളതല്ല, ഒരു ചിരി എപ്പോഴും സിനിമയിൽ ഉടനീളം നമ്മുടെ ചുണ്ടിൽ നിലനിർത്താൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫാമിലീസ്, അതിൻ്റെ ഇമോഷൻസ് ഒക്കെ കാണുന്നുണ്ട്. നിവിൻ പോളിയുടെയും അതുപോലെ തന്നെ രഘുനാഥ് പലേരിയുടെയും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇമോഷണൽ കാര്യം അത് ഭയങ്കര ഡീപ്പാണ്. എന്ന് വെച്ചാൽ ആ ഏജിൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ള അച്ഛനും മക്കളും ഈ സിനിമ കാണുന്ന സമയത്ത് അത് അവരെ ബാധിക്കുക അതിഭീകരമായിട്ടാണ്. പക്ഷെ അപ്പോൾ പോലും അത്രയും ഇമോഷണൽ ഒരു സാധനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അത് വളരെ ലൈറ്റായിട്ട്, എന്ന് വെച്ചാൽ ആ ഇമോഷൻ കണക്റ്റ് ആവാത്തവരും ചിലപ്പം തിയേറ്ററിൽ ഇരിപ്പുണ്ടാവുമല്ലോ, അവരെയൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ വളരെ ലൈറ്റായിട്ട്, എന്നാൽ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഈ ഇമോഷൻസിനെയൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സിനിമയുടെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. ഇതിനകത്ത് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, ഫൈറ്റ്. ഇപ്പം നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു അടി ഉണ്ടാവണം, ഒരു പഞ്ച് സീൻ ഉണ്ടാവണം. പക്ഷേ അത് വളരെ ഫോഴ്സ്ഫുള്ളാക്കി കൊണ്ടുവന്ന് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൈറ്റിൻ്റെ ഒരു റീസൺ ഇവിടെ ഇട്ട് ഫൈറ്റ് പീക്കിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഒരു മാസ് സാധനം എന്ന് കൊടുക്കുന്നതിനേക്കാൾ അത് ഡെലുലുവിൻ്റെ ഒരു ഫാക്ടറും കൂടി അതിനകത്ത് ഇട്ടിട്ട് വളരെ ലൈറ്റായി കുറച്ച് ചിരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഫൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നമ്മുടെ ചുണ്ടിൽ അതുവരെ അവർ ഫില്ല് ചെയ്ത് വെച്ചിരുന്ന ആ ചിരി ഉണ്ടല്ലോ, അതിനെ എടുത്ത് മാറ്റാനുള്ളൊരു സമയം തരുന്നില്ല. ആ ചിരി എന്ന് പറയുന്നത് അത് നിവിൻ പോളിയുടെ കോട്ടയാണ്, അവിടെ അയാൾ അർമാദിക്കും. മൂന്നാമത്തെ ഫാക്ടർ നേരത്തെ പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്, ഒന്നും ഇവിടെ തള്ളിക്കയറ്റിയിട്ടില്ല. നമ്മൾ ഹ്യൂമർ കാണുന്നു, ഈ ഹ്യൂമർ ഒന്നും ഇവിടെ കുറച്ച് കോമഡി ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി അവതരിപ്പിക്കുന്ന ആൾ തന്നെ വരുന്നു, അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും. തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിരി വരില്ല. അങ്ങനെ എത്രയോ സിനിമകൾ കണ്ടിരിക്കുന്നു. ഇവിടെ ഫൺ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അത് സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനിൽ ഏതൊരു മക്കളും അടിക്കുന്ന കൗണ്ടറാണ് അവിടെ വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്രേതം എന്നല്ല നമുക്കാണെങ്കിലും അടിക്കാൻ തോന്നുന്ന കൗണ്ടറാണ് വരുന്നത്. അത് വരുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിലുണ്ട്. ഇപ്പോൾ ഡെലുലും നിവിൻ പോളിയും തമ്മിലുള്ള ആ കോൺവെർസേഷൻ വരുന്ന സമയത്ത് നമ്മളും അവിടെ ഇരിക്കുമ്പോൾ അവർ തമ്മിലുള്ള വർത്താനം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരിക എന്ന് പറയില്ലേ, ആ ഒരു റേഞ്ചിലാണ് അവർ സിറ്റുവേഷൻസിനെ കൊണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞ ഫൈറ്റ് വരുന്നതും ആ സിറ്റുവേഷനിൽ അത് ആവശ്യമാണ്. അതുപോലെ നിവിൻ പോളിയുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, പുള്ളി വളരെ സ്ട്രോങ് ആയിട്ട് ആരോടും സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ പേടിച്ച് തന്നിരുന്ന അയാളുടെ ക്യാരക്ടറിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായി, നല്ല ഇടി കൊടുക്കേണ്ടടുത്ത് ഇടി കൊടുക്കുക എന്ന് പറയുന്നതും അതും ആ സിറ്റുവേഷൻ ആവശ്യമാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ സപ്പോർട്ട് കൂടി കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. ആൻഡ് നാലാമത്തെ ഫാക്ടർ, ഇതൊരു വലിയ ഫാക്ടറാണ്, മ്യൂസിക്കാണ് അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിലെ പാട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു ഫ്രഷ് ഫീൽ ഉണ്ട്. ഫ്രഷ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയോ ഇംഗ്ലീഷ് ആൽബം സോങ്സിലൊക്കെ കണ്ടിട്ടുള്ള എലമെൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഇതിൻ്റെ ഒരു ടോട്ടൽ മിക്സ് നമ്മൾ എടുത്തു നോക്കിയാൽ, BGM പരിപാടികൾ എടുത്തു നോക്കിയാൽ അവർ നിലനിർത്തിപ്പോകുന്നൊരു ഫ്രഷ്നെസ് ഉണ്ട്. ആ ഫ്രഷ്നെസ് സിനിമ കണ്ടിറങ്ങുന്ന നമുക്കും നമ്മൾ ഫ്രഷായി എന്തോ കണ്ടു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് ആംപ്ലിഫൈ ചെയ്ത് വരും. സിനിമയിൽ നമ്മൾ കാണുന്ന വിഷ്വൽസും പരിപാടികളൊക്കെ ഭയങ്കര രസമാണ്. ആ നാട്ടുമ്പുറം പാലക്കാടിൻ്റെ ഭംഗി നമ്മളെ കാണിക്കുന്നത്. ഈ ഡെലുലും നിവിൻ പോളിയും വരുമ്പോൾ 2 ജനറേഷനാണ്. അതിനെ ഡിഫറെൻറ്റ് സംഭവങ്ങളാക്കി നിലനിർത്തി തന്നെയാണ് അവർ അവതരിപ്പിച്ചു വരുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രേത അവതരണം, ഇതെല്ലാം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഫ്രഷ്നെസ്സിനെ ഈ മ്യൂസിക്കും കൂടി ചേർത്തിട്ട് അവർ നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ജ്യൂസ് കുടിച്ച പോലത്തെ ഒരു ഫീലാണ്. ഉള്ളൊക്കെ തണുക്കും, കൊള്ളാലോ പരിപാടി എന്നൊരു തോന്നലും ഉണ്ടാവും. 5ാമത്തെ ഫാക്ടർ അത് ഹ്യൂമറാണ്. പക്ഷേ ആ ഹ്യൂമർ എങ്ങനെ അവർ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. കൃത്യമായ കോമ്പിനേഷൻസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിവിൻ പോളി, അജു വർഗീസ് നമ്മുടെ എവർ ഗ്രീൻ ഹ്യൂമർ കോംബോ ആണ്. അവർ ഒരുമിച്ചിട്ടുള്ള കോമഡി സീനുകളൊക്കെ നമ്മൾ എത്രയോ എൻജോയ് ചെയ്തിരിക്കുന്നു. പക്ഷേ നിവിൻ പോളി ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സിനിമകളൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് നമ്മളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അജു വർഗീസ് വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തു. അദ്ദേഹം ഓരോ ഇൻ്റർവ്യൂസിലിരുന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പഴയ ചാണകത്തിൽ ചവിട്ടി കോമഡികളൊന്നും ചെയ്യാൻ അദ്ദേഹത്തിനും താല്പര്യമില്ല എന്നാണ്. പക്ഷേ അവരിരുവരും ഒരുമിച്ച് വന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന നല്ല ഹ്യൂമർ കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഈ സിനിമയിലൊരു വലിയ കാര്യമാണ്. ഇവരുടെ ടൈമിങ്ങിനെ നല്ല ഹ്യൂമറിനോട് ചേർത്ത് വെക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് അടിപൊളി പരിപാടിയായിരുന്നു. ആരെയും അവഹേളിക്കുക, മോശമായി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ കണ്ടുമടുത്ത ചളികൾ വീണ്ടും കാണുക എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് മാറിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഹ്യൂമർ
നിവിൻ പോളി അജു വർഗീസ് കോമ്പിനേഷനിൽ നമ്മൾ കണ്ടു. ആൻഡ് നിവിനും റിയ ഷിബുവും തമ്മിലുള്ള ഡെലുലു കോമ്പിനേഷൻസും വളരെയധികം വർക്കാവുന്നുണ്ടായിരുന്നു. ഈ ജനറേഷൻ്റെ ഡിഫറൻസ്, അവിടെ വരുന്ന സ്വാഭാവികമായ നർമ്മം, പിന്നെ ജനാർദ്ദനനും നിവിൻ പോളിയും തമ്മിലുള്ള കോമ്പിനേഷൻ. അവർ ഈ സിനിമയുടെ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിൽ ജനാർദ്ദനൻ നിവിൻ പോളി കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും അത് എന്നുള്ളത്. പക്ഷേ അത് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ കുടുംബത്തേക്ക് കണക്ട് ചെയ്ത് വെക്കുന്ന ഒരാളുണ്ടാവും. ചിലർക്കത് മുത്തശ്ശിയായിരിക്കും, ചിലർക്ക് അപ്പൂപ്പനായിരിക്കും, ചിലർക്ക് വല്യച്ഛനായിരിക്കും, ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നിവിൻ പോളിയുടെ ക്യാരക്ടറിനെ ആ കുടുംബത്തേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു ക്യാരക്ടറാണ്. അവർ തമ്മിൽ എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന കാര്യവും കൂടി വെച്ചുകൊണ്ട് അവർ ബിൽഡ് ചെയ്തിരിക്കുന്ന ആ കോമ്പിനേഷൻ ഹൃദയഹാരിയായ ചിരിപ്പിക്കുന്നൊരു കോമ്പിനേഷനായിരുന്നു. പിന്നെയുണ്ട് സൈലൻറ്റ് കോമ്പിനേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നിവിനും രഘുനാഥ് പലേരിയും തമ്മിലുള്ള കോമ്പിനേഷൻ ചിരിപ്പിച്ചപ്പോൾ അവർ ഹെവി ആയിട്ട് ചിരിപ്പിച്ചു. ഇമോഷണലി ഹുക്ക് ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റി വലിയായിരുന്നു. ഏറ്റവും അവസാനം അച്ഛൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ മകൻ്റെ ഉള്ളിൽ എന്തൊക്കെ തോന്നലുകൾ ഉണ്ടാവുമെന്ന് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന പോലെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത നിവിൻ പോളിയുടെ അമ്മ, അവർ തമ്മിലുള്ള ആ ബോണ്ടിങ്, ആ അമ്മ മരിച്ച സീനും ഒക്കെയും നമ്മുടെ ഉള്ളിലേക്ക് അവർ കൊണ്ടുവരുന്നത് അത്രയും ഗംഭീരമായിട്ടാണ്. സോ ദ പവർ ഓഫ് കോമ്പിനേഷൻസ് ഈ സിനിമയെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും സിനിമ അടുത്തടുത്ത ലെവലിലേക്ക് പോകുമ്പോഴൊക്കെ ഈ കോമ്പിനേഷൻ്റെ സ്ട്രെങ്ത്തിൽ എല്ലാം നായകൻ്റെ ചുമലിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നതിന് പകരം ആ കോമ്പിനേഷൻസിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്തു. ആൻഡ് 6ാമത്തെ പോയിന്റ്, ഫാക്ടർ അല്ല, ഇതാണ് മെയിൻ ഫാക്ടർ എന്ന് ഞാൻ പറയും. നിവിൻ പോളിയുടെ തിരിച്ചുവരവ്. ശരിക്കും ഈ സിനിമയെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ കൊള്ളാടോ, കുഴപ്പമില്ലാത്തൊരു സിനിമ, പക്ഷേ നിവിൻ പോളിയുടെ തിരിച്ചുവരവാണ്, ഗംഭീര പരിപാടിയാണ് എന്ന് ഞാൻ പറയും. ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ളത് അതായിരിക്കും. കുഴപ്പമില്ല, രസമുള്ളൊരു പടമാണ്, പക്ഷേ നിവിൻ പോളി തിരിച്ചു വന്നു. ഇത് കേൾക്കുന്ന മലയാളികൾ ആദ്യം എടുക്കുന്നത് എന്താണെന്നറിയോ? നിവിൻ പോളി തിരിച്ചു വന്നു, എന്നാൽ നമുക്ക് പോയി കാണണം. സിനിമ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഏതെങ്കിലും ഒരു റാൻഡം പടം നിങ്ങളോട് പറയുകയാണ് കുഴപ്പമില്ലാത്തൊരു പടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമോ? വീണ്ടും ഇരുന്ന് ആലോചിക്കും പോണോ വേണ്ടയോ എന്നൊക്കെ, വേറെയും റിവ്യൂസൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. പക്ഷേ കുഴപ്പമില്ലടോ, പടം നല്ല രസമുണ്ട്, പക്ഷേ നിവിൻ പോളി അടിപൊളി തിരിച്ചു വന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എടുക്കുന്നത് നിവിൻ പോളി വന്നു എന്നായിരിക്കും ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും. കാരണം നിവിൻ പോളിയുടെ ഫാൻസ് എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഫാൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് സ്ലീപ്പിംഗ് സെൽ ഫാൻ ബേസ് നിവിൻ പോളിക്ക് ഉണ്ടായിരുന്നു. നിവിൻ പോളി തന്നെ ഈ പ്രൊമോഷൻ്റെ പരിപാടിയുടെ ഇടയിൽ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത്രയ്ക്കും സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്ന പോലെ നിവിൻ പോളിയുടെ ഉത്തരവാദിത്തം കൂടുകയാണ്. നിവിൻ പോളി മനസ്സിലാക്കണം, ഞങ്ങൾക്ക് നിങ്ങളെ ഇത്ര ഇഷ്ടമാണോ, നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യായിരുന്നു. ഓരോ പടം വരുമ്പോഴും ഓരോ വെബ് സീരീസ് വരുമ്പോഴും ഞങ്ങളിങ്ങനെ നോക്കും നിങ്ങൾ തിരിച്ചു വന്നു എന്നുള്ളത്. നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഞങ്ങൾ ആഘോഷമാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അതിന് പറ്റുന്നൊരു നല്ല സിനിമ എടുക്കൂ, നിങ്ങളുടെ ആ ഒരു പവർ സോണിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ, എന്നിട്ട് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ കാത്തിരുന്നൊരു വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ഞാൻ ഫാൻ ബേസ് എന്നുള്ളതിനേക്കാൾ നിവിൻ പോളിയെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അയാൾ അത്രയും നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ സിനിമയുടെ റിവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, നിവിൻ പോളി വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സീനിൽ നിവിൻ പോളിക്ക് ആ ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരു കൗണ്ടർ പറയാനുണ്ടെങ്കിൽ ആ കൗണ്ടർ ഇയാളുടെ മുഖത്ത് നമ്മൾ വായിച്ചെടുക്കും. അത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലല്ല പറയുന്നത്, നമുക്ക് അത്രയും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു പെർഫോമറാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. അപ്പം നിവിൻ പോളിയുടെ മുഖം നമ്മൾ വായിച്ചെടുക്കും, അയാളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ വായിച്ചെടുക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന അത്രയും നമ്മൾ ഉള്ളിൽ ഇടം കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അയാൾ. അയാളുടെ സേഫ് സോണിൽ ഒരു ഗംഭീര പരിപാടിയായിട്ട് വരിക എന്ന് പറയുന്നത് നമ്മൾ വിടുമോ എന്ന് പറയുന്ന പോലെ കാത്തിരുന്ന കുറേ പ്രേക്ഷകരുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു നല്ല പടമാണെന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമ ഹിറ്റാവുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ നിങ്ങളോട് നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കുന്ന ഒരു 10 പേരിൽ ഒരാൾ ആ സിനിമ പോയി കാണുമായിരിക്കും. അയാൾ ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ ഒരു 5 പേരോട് പറയുമായിരിക്കും, ആ 5 പേര് ചിലപ്പോൾ ഒരു 10 പേരോട് പറയായിരിക്കും. അങ്ങനെയാണ് സിനിമ വർക്ക് ചെയ്യുന്നത്. ഈ പ്രൊഡ്യൂസർമാർ പറയുന്ന പോലെ റിവ്യൂവേഴ്സ് ബോംബിട്ടാൽ സിനിമ തകരുമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാലും 10 പേരിൽ ഒരാളായിരിക്കും ഉണ്ണിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പടം വേണ്ടാന്ന് നോക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരിൽ ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ ഈ പറയുന്ന പോലെ 5-10 ആൾക്കാരോട് പറഞ്ഞ ഒരു എക്സ്പോണൻഷ്യൽ സ്കെയിലാണ് സിനിമ പോവുക. അപ്പം റിവ്യൂവറിന് സിനിമ തോപ്പിക്കാൻ പറ്റില്ല, പക്ഷേ കാണണോ വേണ്ടി ഒന്ന് സംശയിച്ചിരിക്കുന്ന ഒരാളെ സിനിമ കാണിക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടാവും. ആ ഒരാളെ നിവിൻ പോളിയും ടീമും സാറ്റിസ്ഫൈ ചെയ്തു. അഖിൽ സത്യൻ മനോഹരമായൊരു കഥയുണ്ടാക്കി, വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ വെച്ചു, കൃത്യമായ കോമ്പിനേഷൻസും കോമഡി സീക്വൻസുകളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇമോഷൻസും കണക്റ്റ് ആവുന്ന രീതിയിൽ അവതരിപ്പിച്ചു. അവിടെ നിവിൻ പോളി വന്നു കഴിയുമ്പോൾ ഞങ്ങൾ കാത്തിരുന്നൊരു നിവിൻ പോളിനെ ഞങ്ങൾക്ക് രസമായിട്ട് കാണാൻ കിട്ടല്ലേ, നമ്മൾ വിടോ. ഞാൻ എൻ്റെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ പറയും നിവിൻ പോളിയുടെ രസമുള്ള പടം അവിടെ പോയി കാണുന്നത്, നമുക്ക് ചിരിച്ച് ജോളിയായിട്ട് എൻജോയ് ചെയ്യാമെന്ന്. ദാറ്റ് വാസ് ദ റീസൺ. ഇതിൻ്റെ
ഏറ്റവും വലിയ ഫാക്ടർ അതാണ്. ആൻഡ് ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ജസ്റ്റ് ഒബ്സർവേഷൻസ് ആണ്. ഈ സിനിമ ഇത്രയും പെട്ടെന്ന് 100 കോടി ക്ലബിലേക്ക് എത്താനുള്ള കാരണം അതെന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കും ചിലപ്പോൾ ഒരു ധാരണയുണ്ടാവും. നിങ്ങൾ ഈ സിനിമയിൽ കാണുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ? നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഇനിയും ഒരു പക്ഷേ സിനിമ കാണണോ വേണ്ടിയോ എന്ന് സംശയിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർക്കും കൂടി സിനിമ കാണാൻ അതൊരു സഹായമാവുമെങ്കിൽ അത്രയും നല്ലതല്ലേ. ആൻഡ് ഈ സിനിമയിലെ ആ പ്രധാനപ്പെട്ട കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അത് രോഗങ്ങളുടെ രൂപത്തിലോ റോഡ് അപകടങ്ങളുടെ രൂപത്തിലോ ഒക്കെ ആവാം. അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഹോസ്പിറ്റൽ ചെലവുകളും ഇപ്പോൾ കൂടി വരികയാണ്. സോ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് മതിയായ കവറേജോടുകൂടി 25% വരെ ഡിസ്കൗണ്ടിൽ കണ്ടെത്തിയെടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.